നായർ മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലപ്രവചനത്തിലേക്കുള്ള അടുത്ത വീഡിയോ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇത്തവണ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. 14 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളത്. അതിൽ നമ്മൾ വർക്കലയിലേക്കാണ് പോകുന്നത്. 2016 മുതൽ 2021 രണ്ട് തെരഞ്ഞെടുപ്പുകൾ LDF ആണ് അവിടെ വിജയിച്ചു വരുന്നത്. LDFിന്റെ വോട്ടുകൾ ക്രമേണ കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 2011 42.68 ഉള്ളത് 2021 ആകുമ്പോഴേക്ക് 50.89 വർദ്ധിച്ചു. അതേസമയം UDFിൻ്റേത് 2011 52.4 ഉണ്ടായിരുന്നത് 2021 37.71 ചുരുങ്ങുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയും ന്യൂനപക്ഷ ഏകീകരണത്തിനുള്ള വോട്ടുകളുടെ ഏകീകരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ LDFിന് ഒരു 47% വോട്ടും UDFിന് ഒരു 41% വോട്ടും കിട്ടാനാണ് ഞങ്ങൾ സാധ്യത കണക്കാക്കുന്നത്. 6% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും LDF വർക്കല നിലനിർത്തും. രണ്ടാമത്തത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ മണ്ഡലം വളരെ ശക്തമായിട്ടുള്ള ഇടതുപക്ഷ കേന്ദ്രമാണ്. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 22-23% വോട്ടുകളാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് UDFും BJPയും തമ്മിലുള്ള വോട്ട് വീതം വലിയ വ്യത്യാസമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. ഇത്തവണ ഒരു പക്ഷേ 2ാം സ്ഥാനത്തേക്ക് അവിടെ BJP എത്തിയേക്കാം എന്നുള്ള കാര്യമുണ്ട്. എന്തായാലും 20%-ലധികം 20 മുതൽ 22 വരെ ശതമാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ആറ്റിങ്ങൽ LDF നിലനിർത്തും. ചിറയൻകീഴ് ഇതുപോലെ തന്നെയാണ്. LDF വോട്ടുകളിൽ കാര്യമായിട്ടുള്ള കുറവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2011 53% നിന്ന് 2021 ആകുമ്പോഴേക്ക് 43.17 ചുരുങ്ങിയിട്ടുണ്ട്. UDFിന്റെ വോട്ടിലും കുറവുണ്ടായിട്ടുണ്ട്. 42% ഉണ്ടായിരുന്നത് ഇപ്പം 33% മാത്രമേ ഉള്ളൂ. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രയാസം ചിറയൻകീഴ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും LDFിൽ ഇത്തവണ 45% വോട്ടുകൾ ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDFിന് 34% വോട്ടുകളും 11% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ചിറയൻകീഴ് മണ്ഡലം നിലനിർത്തുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം നെടുമങ്ങാടാണ്. നെടുമങ്ങാടും LDFിന്റെ വോട്ട് കൂടി വരുന്നതായിട്ടാണ്. 2011 UDF ആണ് അവിടെ ജയിച്ചത്. അന്ന് LDFിന് 43% വോട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 2021 അത് 47.54 വർദ്ധിച്ചു. UDFിന്റെ വോട്ട് 47-ൽ നിന്ന് 32 കുറയുകയും ചെയ്തു. BJPക്കും ഇവിടെ 17% വോട്ടുകളുണ്ട്. എന്തായാലും ഒരു 12% മുതൽ 15% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും നെടുമങ്ങാട് LDF നിലനിർത്തുമെന്നാണ് നായർ മലയാളിയുടെ വിലയിരുത്തൽ. അടുത്ത വാമനപുരമാണ്. 47 മുതൽ 50% വരെ വോട്ട് സ്ഥിരമായി ഇടതുപക്ഷം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് വാമനപുരം. UDFിനാണെങ്കിൽ 42% വോട്ട്, ഏതാണ്ട് ഒരു മത്സരത്തിൻ്റെതായ വോട്ടുകൾ അവർക്കും ഉണ്ട്. BJPയുടെ വോട്ട് വളരെ കുറവാണ്, 3.82% മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ ഒരു 6 മുതൽ 10 വരെ ശതമാനം വോട്ടുകൾക്ക് ഇത്തവണയും വാമനപുരം LDF നിലനിർത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നായർ മലയാളിക്കില്ല. അടുത്തത് കഴക്കൂട്ടമാണ്. ഈ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് എന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ച് BJPയുടെ മുരളീധരനൊക്കെയാണ് അവിടെ മത്സരിക്കുന്നത്. ഇത്തവണ നമ്മൾ നോക്കുന്നത് ആ മത്സരം കടകംപള്ളി സുരേന്ദ്രൻ, V മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ് അവിടെ മത്സരിക്കുന്നത്. LDFിന് കഴിഞ്ഞ തവണ 46% വോട്ടും UDFിന് 23% വോട്ടും BJPക്ക് 29% വോട്ടും, അതായത് 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. ഇത്തവണയും അതിന് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. LDFിന് ഏതാണ്ട് 46% വോട്ടാണ് ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. UDFിന് 23% വോട്ടും NDAക്ക് 30% വോട്ടുമാണ് നമ്മൾ ഏതാണ്ട് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF കഴക്കൂട്ടം മണ്ഡലം ഇത്തവണയും നിലനിർത്തും. അടുത്തത് വട്ടിയൂർക്കാവാണ്. UDFിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന വട്ടിയൂർക്കാവ് 2016 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷത്തേക്ക് മാറിയത്. അന്നത്തെ മേയർ പ്രശാന്ത് ബ്രോ മേയർ ബ്രോ സീറ്റ് പിടിച്ചെടുക്കുകയും കഴിഞ്ഞ
2024 തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ അത് നിലനിർത്തുകയും ചെയ്തു. ഇത്തവണ മുരളീധരനാണ് UDF സ്ഥാനാർത്ഥി. പക്ഷെ അവിടെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തവണ വലിയ മാറ്റം വരാനുള്ള സാധ്യതയില്ല. 43% വോട്ടുകൾ LDFന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. UDFന് 29% വോട്ടും NDAക്ക് 28% വോട്ടും. അതായത് BJP UDF തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയതായി മാറുകയും ചെയ്യും. ഏതാണ്ട് 10 മുതൽ 14 വരെ ശതമാനം വോട്ടുകൾക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് മേയർപ്പോ ജയിച്ചു കയറാനുള്ള സാധ്യതയാണ് നേർമലയാളി കാണുന്നത്. അടുത്തത് തിരുവനന്തപുരമാണ്. നിരന്തരമായി UDF ജയിക്കുന്ന ഈ മണ്ഡലം 2021 ഇടതുപക്ഷത്തോട് ചേർത്തത്. പക്ഷെ ഇത്തവണ മത്സരം വളരെ ശക്തമാണ്. UDFന് വേണ്ടി CP ജോൺ അവിടെ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. CP ജോണിന് വളരെ ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഇടതുപക്ഷത്തിൻ്റെത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എന്തായിരുന്നാലും നമുക്ക് അവിടെ മത്സരം ഇത്തവണ പ്രവചനാതീതം എന്ന് തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാലും അല്പം മേൽക്കൈയുള്ളത് CP ജോണിനാണ് എന്ന് പറയേണ്ടിയിരിക്കും. അതുകൊണ്ട് ഇത് പ്രവചനാതീതം എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് നേമം. കേരളത്തിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. 2016 രാജഗോപാൽ ആദ്യമായി നിയമസഭയിലേക്ക് എത്തി BJPയുടെ അക്കൗണ്ട് തുറന്ന സ്ഥലം കൂടിയാണ് നേമം. 2021 V ശിവൻകുട്ടി അവിടെ ജയിച്ചു. ഇത്തവണ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും ശബരിനാഥും തമ്മിലാണ് ഇത്തവണ മത്സരം നടക്കുന്നത്. കോൺഗ്രസ് ചിത്രത്തിലില്ല എന്ന് തന്നെ കാര്യമായിട്ട് പറയേണ്ടിയിരിക്കും. അവിടെ UDFും കാര്യമായിട്ട് പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു മത്സരത്തിന്റെ തലത്തിലേക്ക് വരാൻ അവരെ കൊണ്ട് കഴിയും. LDFും BJPയും തമ്മിലാണ് മത്സരം. അതുകൊണ്ട് അതിശക്തമായ മത്സരം നടക്കുന്നു. UDF ആണെങ്കിൽ BJPയെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനം LDFിന്റെ സാധ്യതകൾ ചെറുതായിട്ട് ബാധിക്കുമോ എന്ന് പോലും സംശയമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തവണ നേമം നിയോജക മണ്ഡലം പ്രവചനാതീതം എന്ന് പറയുന്ന വകുപ്പിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നു. LDFനോ NDAക്കോ ആർക്ക് വേണമെങ്കിലും അവിടെ ജയിക്കാം. UDF എന്തായാലും ജയിക്കാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത മണ്ഡലം അരുവിക്കര. വർഷങ്ങളോളമായിട്ട് UDF കുത്തകയായി വെച്ചിരുന്ന മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നത്. ഇടതുപക്ഷത്തിന് 45.83% വോട്ടും UDFന് 42.37% വോട്ടുമാണ് ലഭിച്ചത്. അവിടെ സ്ഥാനാർത്ഥിയുടെ മികവും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മികവ് ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അവിടെ LDFന് വോട്ടായിട്ട് മാറുമ്പോൾ UDFുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്. UDF BJP ഡീൽ എന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അത് നടന്നിട്ടുണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള മാറ്റം വരും. ഇല്ലെങ്കിൽ ഇത്തവണ LDF ഒരു 2% വോട്ടുകൾക്ക് അരുവിക്കര മണ്ഡലം നിലനിർത്താനാണ് സാധ്യത. ഏറ്റവും അടുത്ത മണ്ഡലം പാറശാലയാണ്. പാറശാലയും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. 48% വോട്ടുകൾ LDFന് അവിടെയുണ്ട്. അത് ക്രമത്തിൽ വർദ്ധിച്ചു വന്ന വോട്ടുകളാണ്. UDFന് 32% വോട്ടുകളെ അവിടെയുള്ളൂ. 18% വോട്ടുകൾ BJPക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ LDF ഒരു 11 മുതൽ 13 വരെ ശതമാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ പാറശാല നിലനിർത്താനാണ് സാധ്യത. അടുത്തത് കാട്ടാക്കട. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. BJPയുടെ വോട്ടുകൾ ഗണ്യമായ വർധനവുണ്ടാകുന്നുണ്ട്. LDFന് 45% വോട്ടുകളും UDFന് 29% വോട്ടുകളും BJP 23% വോട്ടുകളാണ് ഉള്ളത്. ഇതിൽ വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഏതാണ്ട് ഒരു 15% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ കാട്ടാക്കട LDF നിലനിർത്തും. അടുത്തത് കോവളം. കോവളത്തിൽ UDF ആണ് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും നല്ല ഭൂരിപക്ഷമല്ല. കഴിഞ്ഞ തവണ 39% വോട്ടുകളാണ് LDFിനുണ്ടായിരുന്നെങ്കിൽ UDFന് 47% വോട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകളുടെ ഒരു നില വെച്ചുകൊണ്ട് UDF കുഴപ്പമില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്തതായിട്ട് ഈ അവസാനത്തെ മണ്ഡലം എന്ന നിലയ്ക്ക് നെയ്യാറ്റിൻകരയിലും LDFന് 47% വോട്ടും UDFന് 36% വോട്ടാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ LDF അവിടെ ഒരു 10% വോട്ടുകളുടെ എങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിക്കും.
140 മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനമാണ് ഇതോടുകൂടെ പൂർത്തിയാവുന്നത്. ഈ മൊത്തം വിശകലനം മറ്റൊരു വീഡിയോയിലൂടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും.